ടീച്ചറും ഷീവ ടീച്ചറും ശ്രീലാൽ സാറും പറഞ്ഞ് നമ്മുടെ ഈ അനുസ്മരണ ചടങ്ങിൽ വലിയ സാറിനെ കുറിച്ച് ഒരു കവിത എഴുതണമെന്ന് ചെറിയൊരു കവിത ഞാൻ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഈ സംഭാഷണത്തിന് ശേഷം ഒടുവിലെ കവിത ഞാനിവിടെ അവതരിപ്പിക്കുന്നതാണ്. എന്തായാലും വീണ്ടും വലിയ സാറിനെ ഓർത്തുകൊണ്ട് ആ വലിയ വ്യക്തിത്വം നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 3 വർഷം തികയാണ്. ആ ഓർമ്മയ്ക്ക് മുമ്പിൽ വീണ്ടും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് മൈക്ക് കൈമാറുകയാണ് എല്ലാവർക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് മൈക്ക് വേണ്ട, എനിക്ക് നല്ല ശബ്ദമാണ്. അതുകൊണ്ട് എനിക്ക് മീനാക്ഷിയും ഭയങ്കര ഇതാണ്. ഇപ്പം ഞാൻ പറഞ്ഞ HM ആണെങ്കിലും ക്ലാസ് കാണാൻ പുറത്ത് നിന്ന് കേൾക്കാൻ ക്ലാസ്സിലേക്ക് കയറേണ്ട അതുപോലെ സൗണ്ടാണ്. കോഴിക്കോടൊക്കെ പോയിരിക്കാൻ ആദ്യമായിട്ട് എൻ്റെ എല്ലാ മിക്കമാർക്കും പിന്നീട് നോക്കാൻ എനിക്ക് ഇവിടെ വന്നപ്പോൾ അതിനാണ് ഞാൻ വന്നത്. ഒന്നാമത് എനിക്ക് എല്ലാവരെയും ഒന്നിച്ചൊന്ന് കാണുക എന്നുള്ളത് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു ഇതിനു മുമ്പ് വിളിച്ചപ്പോഴൊന്നും എനിക്ക് വരാൻ പറ്റില്ല. അപ്പം മനോജ് സാറും പിന്നെ എൻ്റെ കൂട്ടുകാർക്കും ഇവിടുത്തെ പുതിയ അധ്യാപകർക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എനിക്ക് തോന്നുന്നത് എനിക്ക് തന്നാൽ ഉണ്ടാവും, ഇവളത്ര നല്ലൊരു പെർഫോമൻസ് ഒന്നും ഉണ്ടായിരുന്ന കുട്ടിയായിരുന്നില്ല എന്ന് സാറിന്റെ മനസ്സിലാണെന്ന് വെച്ചാൽ ഞാനങ്ങനെ പഠിക്കുന്ന സമയത്ത് ഇരിക്കുമോ ഞാൻ ക്ലാസ്സിലുള്ള ശ്രദ്ധയല്ലാതെ കൂടുതൽ അങ്ങനെ ചെയ്തിരുന്നില്ല. പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നു ഞാനൊരു അധ്യാപികയായിട്ട് എനിക്ക് ഒരുവിധം നന്നായി തന്നെ ചെയ്യാൻ കഴിഞ്ഞു. അത് ഇവിടുത്തെ ഒരു ശിക്ഷണം അല്ലെങ്കിൽ ഇവിടുന്ന് കിട്ടിയ ഊർജ്ജമായിരിക്കും. 1ാം ക്ലാസ്സിൽ ഇവിടെ വന്നപ്പോൾ ഞാൻ സാറിന് ജോലി തന്നു. ഞാനിവിടെ വന്നു പിന്നെ പേടിയുണ്ടായിരുന്നു. ഞാൻ അപ്പുറത്തേക്ക് ക്ലാസ് എടുക്കും. അപ്പോൾ ടീച്ചർ എന്തെങ്കിലും ടീച്ചർ വളരെ നന്നായിട്ട് എനിക്ക് ആ സമയത്തൊക്കെ നല്ല ക്ലാസ്സാണ്, നീ നന്നായി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയും ചോദിച്ച ടീച്ചർ അതിനൊക്കെ വേണ്ട ടീച്ചർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നന്നായിട്ട് എനിക്ക് പറഞ്ഞു തന്നിരുന്നു. അതുപോലെ റാണി ടീച്ചറും എന്നെ 2 പേര് സപ്പോർട്ട് ചെയ്ത് ക്ലാസ്സിൽ ഞാനിത് ആ ക്ലാസ്സിലായിരുന്നു. ആ ക്ലാസ്സിൽ എനിക്ക് ഇപ്പുറത്തെ ടീച്ചറുണ്ട്. എനിക്ക് പഠിക്കുമ്പോൾ ഭയങ്കര പേടിയുണ്ട്. ടീച്ചർ ഞാൻ പഠിക്കുന്നത് ശരിയാവുന്നുണ്ട്. ടീച്ചർ 1ാം ക്ലാസ്സിൽ അത്ര വർഷം ഇരുന്നതാണ്. പെട്ടെന്ന് വന്ന് ഒന്നിലിരുന്നപ്പോൾ അതിൻ്റെതായൊരു പേടി. അപ്പം 1-2 പ്രാവശ്യം വലിയ സാറ് പുറത്ത് നിന്ന് ക്ലാസ് കേൾക്കുന്നതൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് ജോലി തന്നു. അപ്പം ആ സന്തോഷത്തോടെ തന്ന ജോലി എനിക്ക് ഒരു 5 വർഷം കൊണ്ട് ഇവിടെ 5 വർഷവും 1 മാസവും 17 ദിവസവും ഞാൻ ജോലി ചെയ്തു. PSC കിട്ടി. ഇവിടുന്ന് പോകുമ്പോൾ അച്ഛൻ സാറോട് പറഞ്ഞു ഇങ്ങനെ അവൾക്ക് PSC കിട്ടി, അവൾ പോവാ. അപ്പം അച്ഛനോട് സാറ് ചോദിച്ചു അവൾ എന്തിനാ പോകുന്നത്, അവള് പോകേണ്ട ഒരാവശ്യമില്ല, ഇവിടെ തന്നെ നിന്നാൽ മതി, അവളുടെ പോസ്റ്റിന് ഒരിക്കലും ഒരു പ്രശ്നം വരുന്നില്ലല്ലോ, പിന്നെ എന്തിനാ പോകുന്നത്, 5 വർഷം സർവീസായിരുന്നു. പക്ഷെ അന്നോട്ട് പിന്നെ ഓരോ കുട്ടികൾ പറയുന്നത് ബുദ്ധിമുട്ടൊക്കെ ഓർക്കുമ്പോൾ എന്നോട് വീട്ടിൽ നിന്ന് പറയും നമുക്ക് ഏതായാലും PSC കിട്ടിയല്ലേ, നീ ഒഴിവാക്കണ്ട. അങ്ങനെ ഇവിടുന്ന് പോയെങ്കിലും എപ്പോഴും എനിക്ക് അധ്യാപനത്തിൻ്റെ ആദ്യ പാഠങ്ങൾ കിട്ടിയത് ഈ ഒരു സ്കൂളിൽ നിന്നാണ്. അത് ഇപ്പോഴും അവിടെ ചെന്നിട്ടും വലിയ എന്താ പറയുക കുറ്റങ്ങളും അധികം പാരൻസിൻ്റെ ഒന്നും പരാതികളൊന്നും ഇത്രയും കാലമായിട്ടും ഒരു പരാതി ഇല്ലാതെ എനിക്ക് പോകാൻ കഴിഞ്ഞത് എൻ്റെ എല്ലാ ഗുരുക്കന്മാരുടെയും അനുഗ്രഹമായിട്ട് ഞാൻ കരുതാണ്. ഇവിടെയുള്ള എല്ലാവരും ഞാൻ 1 മുതൽ 10 വരെ അങ്ങനെ പഠിച്ച എല്ലാ അധ്യാപകരെയും പോകാറുണ്ട്. അതുപോലെ എല്ലാ വർഷവും ഞാൻ ക്ലാസ് എടുക്കും. സുഹൃത്തുക്കളെ, നമ്മളെ സതി ടീച്ചറുടെ എക്സിബിഷനും ഇന്ന് ഇതേ സ്കൂളിൽ, അതായത് കൃഷ്ണവിലാസം AUP സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ടീച്ചറുടെ വിശദമായിട്ട് ടീച്ചറുടെ ഗാലറിയിൽ പോയിട്ട് നമ്മൾ ഒരു വീഡിയോ എടുക്കുകയും അത് നമ്മളെ ചാനലിലുണ്ട്, ലിങ്ക് താഴെ ഇടാം. അതോടൊപ്പം തന്നെ ഈ സ്കൂളിൽ ടീച്ചർ ചില പ്രധാനപ്പെട്ട ചിത്രങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ അന്ന് ഷൂട്ട് ചെയ്യാത്ത കുറച്ച് ചിത്രങ്ങളും കൂടിയും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നേരിട്ട് ചിത്രങ്ങൾ കാണാം.
കൃഷ്ണവിലാസ AUP സ്കൂൾ കോളേരിയിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. അതുപോലെ തന്നെ ഒരു 6-7 മാസത്തോളം ഇവിടെ ഒരു അധ്യാപികയായിട്ട് ജോലി ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ വിദ്യാലയത്തിലെ പ്രധാനാധ്യാപകനും എന്നെയൊക്കെ പഠിപ്പിച്ച ഭാസ്കരൻ മാഷ്, വലിയ സാറെന്നാണ് ഞങ്ങൾ പറയുന്നത്. അതുപോലെ ഈ സ്കൂളിൻ്റെ മാനേജറായിട്ടും കുറേ കാലം അദ്ദേഹം വർക്ക് ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ 3ാം ചരമവാർഷിക അനുസ്മരണ ദിനമാണ്. അപ്പോൾ ഇതോടനുബന്ധിച്ച് ഈ ചിത്ര പ്രദർശനം നടത്താനായി ഇവിടെയുള്ള അധ്യാപകർ എന്നോട് ആവശ്യപ്പെടുകയും ഞാനതിന് സമ്മതിക്കുകയും ചെയ്തു. വളരെ സന്തോഷത്തോടു കൂടി ഞാൻ പഠിച്ച എന്നെ ഞാനാക്കിയ എൻ്റെ ഈ വിദ്യാലയത്തിൽ ഇങ്ങനെ ഒരു ചിത്രപ്രദർശനം നടത്തുക എന്നുള്ളത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ, അത് റിട്ടയർമെൻറ്റ് കാലഘട്ടത്തിൽ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട്. ചിത്രങ്ങൾ 500-ലേറെ വരച്ചിട്ടുണ്ട്. അതിൽ ഇപ്പം ഞാൻ കേരള ചിത്രകലാ പരിഷത്തിലെ മെമ്പറാണ്. കുറേ ആർട്ടിസ്റ്റുമാരുമായിട്ട് ഒട്ടേറെ അവരുടെ പല ക്യാമ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. 10-12ഓളം ആർട്ട് ക്യാമ്പുകളിൽ ജില്ലയിലും സ്റ്റേറ്റ് തലത്തിലും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ 12ഓളം ചിത്ര പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട്, സോളോ ആയിട്ടും ഗ്രൂപ്പായിട്ടും ഒക്കെ. അങ്ങനെ കുറേ ആർട്ടിസ്റ്റുമാരെ നമ്മുടെ ജില്ലയിൽ കൂടാതെ മറ്റ് സംസ്ഥാനങ്ങളിലെ ആർട്ടിസ്റ്റുമാരെ പരിചയപ്പെടാനും അവരുടെ തനതായ ശൈലികൾ കണ്ടു മനസ്സിലാക്കാനും, അങ്ങനെ നമ്മളുടെ ചെറിയ കഴിവ്, റിട്ടയർമെൻറ്റിന് ശേഷമാണ് ഈ രംഗത്തേക്ക് വന്നത്, ആ ചെറിയ കഴിവിനെ കുറച്ചുകൂടിയൊക്കെ കൂടുതൽ വളർത്തിയെടുക്കാനും ഒക്കെ ഈ ആർട്ട് ക്യാമ്പുകളും എക്സിബിഷനുകളും ഒക്കെ ഒട്ടേറെ സഹായിച്ചിട്ടുണ്ട്.
എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് റഹീന. ഞാൻ കൃഷ്ണവിലാസ് AUP സ്കൂളിലെ അറബി അധ്യാപികയാണ്. ഞാൻ കോളേജ് മുതൽ തന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു, ഇങ്ങനെ ക്രാഫ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് സ്വന്തമായിട്ട് തുന്നി പഠിച്ചു. ഇതൊക്കെ കുറച്ച് കുട്ടികൾ പഠിപ്പിച്ചു തന്നു. പിന്നെ ബാക്കി യൂട്യൂബിൽ നോക്കി പഠിച്ചു. പിന്നെ ഒരു പേഴ്സ്, നമുക്ക് സാധനങ്ങളൊക്കെ ഉപയോഗിക്കാം. അതേപോലെ ഹാൻഡ് ബാഗ്, പല മോഡൽ ഹാൻഡ് ബാഗുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് പിന്നെ ഇത് കുറച്ച് ബുക്കുകളൊക്കെ ഇട്ടുകൊണ്ട് തന്നെ പോകാൻ പറ്റുന്ന ഒരു ഹാൻഡ് ബാഗാണ്. അതുപോലെ തന്നെ നമുക്ക് മേശമേൽ പിന്നെ ടേബിളിൽ ഭക്ഷണമൊക്കെ കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ട് ചൂട് തട്ടാണ്ടിരിക്കാനുള്ള ഒരു സാധനം. നമ്മൾ ടേബിളിൽ വിരിയായിട്ട് ഉപയോഗിക്കാം. ഇതൊക്കെ നമുക്ക് അലക്കിയിട്ട് വീണ്ടും ഉപയോഗിക്കാം. എത്ര വർഷം കഴിഞ്ഞാലും നാശമായി പോവില്ല അതൊന്നും. പിന്നെ കുട്ടികൾക്കുള്ള ഡ്രസ്സ്, ചെറിയ കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന മിഡിയും ടോപ്പ്, ഉടുപ്പ്, ഇതൊക്കെ വീണ്ടും ഒരു എത്ര വർഷം നിന്നാലും നാശമായി പോകുന്നതല്ല. ഇതും വേറൊരു ഉടുപ്പാണ്. പിന്നെ പോരാത്തിന് തൂക്കിയിടാൻ പറ്റുന്ന പല സംഭവങ്ങളും. ഇത് കണ്ണാടി, എല്ലാം ഊളനൂല് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ക്രോഷറ്റ് സൂചി വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കീ ചെയിനുകൾ, പല മോഡൽ കീ ചെയിനുകൾ. ഇത് പല വ്യത്യസ്തമായ രൂപത്തിലുള്ള കീ ചെയിനുകൾ ഉണ്ടാക്കാം. ഇത് ബുക്കിലൊക്കെ പേജുകൾ അടയാളപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇങ്ങനെ പേജുകൾ അടയാളപ്പെടുത്താൻ ഉപയോഗിക്കുന്നു. ഇത് 2 ഫ്ലവർ വൈസ്. ഇതൊക്കെ ഊളനൂല് കൊണ്ട് തന്നെ ഉണ്ടാക്കിയത്, പ്ലാസ്റ്റിക് അല്ല, ഊളനൂല് തന്നെയാണ് ഇത് മൊത്തം. എനിക്ക് ഇങ്ങനെയുള്ള വർക്ക് എക്സ്പീരിയൻസിനോട് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ സ്കൂൾ കാലഘട്ടത്തിൽ എന്നെ ഒരു ടീച്ചർ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്നു. പിന്നെ ഞാൻ ഓരോ സ്ഥലത്തു നിന്ന് ഇങ്ങനെ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. മൊത്തം വയർ ഉപയോഗിച്ചിട്ടാണ് ഈ ഐറ്റമൊക്കെ ചെയ്തിരിക്കുന്നത്. ഷോക്കേസിൽ വെക്കാൻ പറ്റിയ ഐറ്റമാണ് ഇത്. മുന്തിരിങ്ങയൊക്കെ ഉണ്ടാക്കുന്ന ആ വള്ളിയും കൊണ്ട് ഉണ്ടാക്കിയതാണ്. അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ആണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഉള്ളത് ഇത് വൂളൻ നൂല് വെച്ചിട്ടുള്ള ഐറ്റമാണ്. ഇതൊരു ഹാൻഡ് ബാഗ് പോലെ ഉപയോഗിക്കാം. ഇത് കുറച്ച് വർഷമായി ഉണ്ടാക്കിയിട്ട്. ഇത് വൂളൻ നൂലും കൊണ്ട് കർട്ടൻസാണ്. ഇത് ഒരു അച്ച് വെച്ചിട്ടാണ് ഇത് കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. ഓരോ പൂ കൂട്ടി യോജിപ്പിച്ചിട്ടാണ്. ഇത് ചെറിയ കുട്ടികൾക്ക് ഇടാൻ പറ്റിയ സെറ്ററാണ്, കർട്ടനാണ്. ഇത് അതേപോലെ മെടഞ്ഞതാണ്. 50 പൈസ കവറ്, അത് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് ക്രോഷ സൂചി ഉപയോഗിച്ചിട്ട് തുന്നിയിട്ട് ഉണ്ടാക്കി.
ഞാൻ ഈ സ്കൂളിലെ OA-ആണ്. എൻ്റെ പേര് ശിവലാൽ. എനിക്ക് ഒഴിവ് സമയങ്ങളിൽ ഞാൻ ചെയ്യുന്ന ചില കലാവിരുന്നുകളാണ് ഇതിനവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് കിട്ടുന്ന വെറുതെ ഉള്ള ഒരു ഒഴിവ് സമയം നമ്മൾ വെറുതെ കളയേണ്ട. അത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികളും ഒക്കെ ആയിട്ടിരുന്നാൽ നമുക്ക് മനസ്സിൻ്റെ സന്തോഷവും ഇതൊക്കെ കിട്ടും. അപ്പോൾ ഇതൊരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു സംതൃപ്തി എന്ന് പറയുന്നൊരു വളരെ വലിയൊരു സംഭവമാണ്. അത് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇങ്ങനത്തെ ചിത്രകലകളോ ഇങ്ങനെയുള്ള കലകളൊക്കെ ചെയ്യുന്ന ആളുകൾക്കറിയാം അതിൻ്റെ ഒരു സന്തോഷം. ഒരു ചെറിയ ചിത്രം വരയ്ക്കുകയാണെങ്കിൽ തന്നെ അത് ഒന്ന് പൂർത്തിയായി വന്നു കഴിയുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞ പോലെയാണ് എന്നെ സംബന്ധിച്ച് ഈ ചെറിയ ചിരട്ടയിൽ ഇങ്ങനെ തടികളിലൊക്കെ ഉള്ള ഈ ചെറിയ ചെറിയ വസ്തുക്കൾ ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കിയൊരു എനിക്കങ്ങനെ ടൈമില്ല. അപ്പോൾ ഞാൻ കിട്ടുന്ന സമയം ചിലപ്പോൾ ഒരു ദിവസത്തിൽ കിട്ടുന്ന വൈകുന്നേരങ്ങളിൽ ഇവിടുന്ന് സ്കൂൾ വിട്ട് ചെന്ന് കഴിഞ്ഞാൽ 6 മണിക്ക് ശേഷം ചിലപ്പോൾ 6 മണി കഴിഞ്ഞ് 7 മണി അങ്ങനെ ഒരു കുറച്ച് സമയത്ത് കിട്ടുന്ന അരമണിക്കൂർ 1 മണിക്കൂർ ഇങ്ങനെ പല ദിവസങ്ങളിലായിട്ട് കുറേശ്ശെ ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു 6-7 മാസം കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ള സംഭവങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ കുട്ടികൾക്ക് കാണാൻ വേണ്ടി ഇവിടെ ഇന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലാവരും കണ്ട് ഇതിന് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പ്രോത്സാഹനം ഉണ്ടെങ്കിൽ ഇത് മുന്നോട്ട് വീണ്ടും ചെയ്തുകൊണ്ട് പോകാൻ നമുക്കൊരു സന്തോഷമായിരിക്കും. എന്തായാലും ഇത് കണ്ടവരെല്ലാം നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി തുടർന്നും നിങ്ങളെല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്ന് ഞാൻ വിനീതമായിട്ട് നിങ്ങളെ എല്ലാവരോട് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ഇത് ഇങ്ങനെ കാണാൻ കിട്ടുന്നൊരു അവസരം നിങ്ങൾക്ക് കിട്ടിയാൽ എല്ലാവരും വന്ന് കാണണം എന്നും കൂടി ഞാൻ പറയുകയാണ്. ഇതിൽ കൂടുതലും തെങ്ങിൻ്റെ ഉൽപ്പന്നങ്ങളാണ്. അതായത് ചിരട്ട, ചകിരി ആണ് ഇതിനകത്ത് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം തെങ്ങിൻ്റെ നമുക്ക് കളയാമായിട്ട് ഒരു സാധനം ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം ഞാൻ നോക്കുമ്പോൾ എനിക്കതിൽ ഒരു ചിരട്ടയുടെ ഒരു പൊട്ട് കിട്ടിയാൽ പോലും അതിലൊരു രൂപം നമുക്ക് സൃഷ്ടിച്ച് എടുക്കാൻ പറ്റും. അതുപോലെ ചകിരിയാണെങ്കിൽ തന്നെ അതിൽ എത്രയോ രൂപങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ കുട്ടികൾ വെറുതെ ഇങ്ങനെ കളിച്ച് നടക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പഠിക്കുകയാണെങ്കിൽ അവർക്ക് സ്കൂളിൽ ശാസ്ത്രമേള അങ്ങനെയുള്ള ഇതിലൊക്കെ മത്സരിക്കാനും അതുകൊണ്ട് അവർക്ക് സമ്മാനങ്ങൾ നേടാനും അതുമൂലം അവർക്ക് ജില്ലയിലും സംസ്ഥാന തലങ്ങളിലൊക്കെ മത്സരത്തിലൊക്കെ പങ്കെടുക്കാൻ അവർക്ക് അവസരം കിട്ടും. അങ്ങനെ ഉള്ളത് ഗ്രേസ് മാർക്ക് കിട്ടും. അത് അവരുടെ ഭാവിയിൽ അവർക്ക് അതുകൊണ്ട് ഒത്തിരി ഗുണം ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള വെറുതെ നമുക്ക് കിട്ടുന്ന സമയം നമ്മളൊന്ന് ശ്രമിച്ചു നോക്കിയാൽ നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇത് കൂടുതലായിട്ട് ഉണ്ടാക്കിയാൽ പുറത്ത് നമുക്ക് സെയിൽ ചെയ്തിട്ട് നമുക്കൊരു വരുമാനം കൂടി ആക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ഈ ചിരട്ടകൾ കൊണ്ട് തവികൾ, അതുപോലെ ഇതിനകത്ത് ഇവിടെ ക്ലിപ്പുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വിറ്റ് പൈസ നമുക്ക് കയ്യിൽ കിട്ടുന്ന ഒരു സംഭവം കൂടി. അപ്പോൾ നമുക്കൊരു വരുമാനം കൂടിയാണ് ഇങ്ങനെയുള്ള ഈ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് അതിനെ കൊണ്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പം ചിരട്ട കൊണ്ടാണ് ഇപ്പം ഞാനിവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയത് ചിരട്ടയും ചകിരിയും ഉപയോഗിച്ചാണ്. അപ്പം ചിരട്ടയിൽ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം നമ്മൾ പിന്നെ ഇതിന് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ളത് ക്ഷമയാണ്. നമ്മൾ ഒരു സാധനം ഉണ്ടാക്കിയാൽ 1-2 പ്രാവശ്യം കൊണ്ടൊന്നും ചിലപ്പോൾ ഇത് ഉണ്ടായിക്കണമെന്നില്ല. കാരണം അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചിലപ്പം അറുത്തെടുക്കുമ്പം അത് പൊട്ടിപ്പോയി. എനിക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് മെഷീനറീസ് ഒന്നുമില്ല. ഞാൻ ഒരു ആശബേഡും സാൻഡ് പേപ്പറും ഒക്കെ ഉള്ള ചെറിയ ഒരു ഉളിയൊക്കെ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അല്ല മെഷീനറി ആയിട്ട് ഞാൻ ഉണ്ടാക്കില്ല. ഇനി മെഷീനറി വെച്ച് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അതൊക്കെ ചെയ്യണം. സമയം കിട്ടണം, അതിനനുസരിച്ച് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. എനിക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ ഈ സ്കൂളിലെ കുട്ടികൾക്കും ഇവിടെയുള്ള ആളുകൾക്കും ഇന്ന് വന്ന എല്ലാവർക്കും കാണാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയതിൽ കുറച്ച് ഐറ്റം ഇവിടെ കൊണ്ടുവന്നതാണ്. ഈ കുറച്ച് ഐറ്റം കൂടെ ഉണ്ട്. അത് ഇവിടെ വെച്ചിട്ടില്ല. അത് എടുത്ത് കൊണ്ടുവരാൻ വിട്ടുപോയി. അതിൽ 1-2 ബോക്സും കൂടെ കൊണ്ടുവരാനുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളത് ഞാനിവിടെ ഇന്ന് പിള്ളേർക്ക് വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാവരും കാണണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.